ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ ദുബായ് ജുമൈറയിലുള്ളത്. അവിടെ DD കഫേയിലേക്ക് വന്നതാണ്. DD കഫേ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോ അതിലും അടിപൊളി വീഡിയോ ആയതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ അടുത്തതിൽ പറയാമെന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഡ്രൈവർലെസ് ടാക്സി ഉണ്ട്. അപ്പം ആ ഡ്രൈവർലെസ് ടാക്സി നമുക്കൊരു ആപ്പ് വഴിയാണ് വിളിക്കാൻ പറ്റുക. അപ്പോൾ അതൊന്ന് ബുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ആ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നിട്ട് ഭയങ്കര ചൂട്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ AC പോയിരുന്നിട്ട് ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് നമുക്ക് കാർ ആദ്യം ബുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് അവിടെ പോയിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊന്നും മറക്കരുത്. അപ്പം ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാം. ഇതാണ് അപ്പോളോ ഗോയുടെ ആപ്ലിക്കേഷൻ. അത് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ അത് നമ്മുടെ ലൊക്കേഷൻ അത് പിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ഓഫ് പോയിൻ്റ് നമ്മളത് സെലക്ട് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് ഡ്രോപ്പ് ഓഫ് വേണ്ടത് അവിടേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആ റൂട്ടും ഇതെല്ലാം കാണിക്കും. ഇതിൻ്റെ അകത്ത് കുറച്ച് ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എത്ര സമയം എടുക്കും, എത്ര കാശാണ് ഇതിന് എടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പം അത് ഇപ്പോൾ ഫൈൻഡ് ചെയ്യാണ് കാറ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത സമയത്ത് അത് ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയർ ബൈ കാർ ഏതെങ്കിലും ഫ്രീ ഉണ്ടോയെന്ന്. അപ്പോൾ നിയർ ബൈ കാർ ഫ്രീ ഉണ്ടെങ്കിൽ ആ കാറായിരിക്കും നമുക്ക് അലോട്ട് ചെയ്യുന്നത്. പിന്നെ അവർ ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പം അത് ക്യാൻസൽ ചെയ്യരുത്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റീബുക്ക് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും നമ്മൾ അത്രയും സമയം കാത്തു നിൽക്കേണ്ടി വരും. അപ്പം നമ്മൾ ആണ് ഫസ്റ്റ് ബുക്ക്, നമ്മുടെ പുറകിലൊരാൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ പുറകിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അവർ ഫസ്റ്റ് പ്ലേസിലേക്ക് വരും. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ പ്ലേറ്റ് നമ്പറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഈ വണ്ടി നമ്മൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പ്ലേറ്റ് നമ്പർ നോക്കിയിട്ട് ആ വണ്ടീനെ എല്ലാം കൺഫേം ചെയ്യുക. എൻ്റെ കൂടെ DD കഫേയിൽ വന്നിരുന്ന അവൻ ബുക്ക് ചെയ്തിട്ടുള്ള കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ അവനതിൽ കയറാൻ പോവാണ്. അപ്പോൾ അവനാണ് എനിക്ക് ഡോർ എങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്നെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അങ്ങനെ അവൻ കയറിയ കാറ് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്ത കാറ് വരുന്നത് കണ്ടു. അത് ജസ്റ്റ് ഞാൻ ക്യാമറയിൽ അതൊന്ന് പകർത്തിയെടുത്തതാണ്. അപ്പോൾ അത് അപ്പുറം പോയിട്ട് ഇനി U-ടേൺ എടുത്തിട്ട് വേണം തിരിച്ചു വരാൻ. നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും അത് U-ടേൺ എടുത്ത് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് നോക്കി കൺഫേം ചെയ്ത് നമ്മുടെ ബുക്ക് ചെയ്ത സെയിം മൊബൈൽ ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന സെയിം നമ്പർ അല്ലേ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. അത് കൺഫേം ചെയ്തു. അപ്പോൾ നമ്മൾ കാറ് വന്ന് നിന്ന് അതിൻ്റെ ഡോറിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ആപ്ലിക്കേഷനിൽ, അപ്പം മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു അൺലോക്ക് എന്നുള്ള ബട്ടൺ അത് ആക്റ്റീവ് ആവും. അപ്പോൾ ആക്റ്റീവായി കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ കാറിൻ്റെ അകത്ത് കയറി ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക, ഡോർ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ മാത്രമേ ഈ കാറ് മുന്നോട്ട് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് മസ്റ്റാണ്. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു സ്ക്രീൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സ്ലൈഡ് ടു സ്റ്റാർട്ട് യുവർ ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക ആ ബട്ടൺ സ്ലൈഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് കാറ് മുന്നോട്ടേക്ക് മൂവായി തുടങ്ങും.
ആദ്യമൊക്കെ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നുമെങ്കിലും പിന്നെ കുറച്ചങ്ങ് മൂവായി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര സേഫായിട്ട് തന്നെ നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഉണ്ടല്ലേ ഈ റെഡ് ലൈറ്റ് അവിടെ കത്തി മുന്നിലെ വണ്ടി നിർത്തി ഒരു സേഫ് ഡിസ്റ്റൻസ് വെച്ച് തന്നെയാണ് ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തിയപ്പോൾ മുന്നിലെ വണ്ടി മൂവ് ചെയ്തു. അപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്തു. ട്രാക്കൊക്കെ ചേഞ്ച് ചെയ്യുന്നത് കണ്ടില്ലേ, എന്താ അടിപൊളിയായിട്ട് ട്രാക്ക് ചേഞ്ച് ചെയ്തു. ഇൻഡിക്കേറ്റർ ഇട്ടു, ട്രാക്ക് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ മുന്നിലെ വണ്ടി ബ്രേക്ക് ലൈറ്റ് കാണുന്നുണ്ട്. അപ്പം ഇതും ബ്രേക്ക് ചെയ്ത് തുടങ്ങി, വണ്ടി സ്റ്റോപ്പായി. ഇതാണ് നമ്മളെ ഡോറ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ബട്ടൺ. നമുക്ക് ഇറങ്ങണമെങ്കിലും ഈ ഈ ബട്ടൺ തന്നെയാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോറ് ഓപ്പൺ ആവും. പിന്നെ നമുക്ക് സീറ്റിൻ്റെ ബാക്കിൽ 3 കിലോ വരെ ഭാരമുള്ള എന്തെങ്കിലും കവർ ഹാങ് ചെയ്യാനും പിന്നെ കോഫി കപ്പ് വെക്കാനും ഉള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ സ്ക്രീനിൽ ഈ സീറ്റിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സീറ്റിൽ തന്നെ പല പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. മസാജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ അടുത്തുള്ള സ്ക്രീനിൻ്റെ സെയിം സ്ക്രീന് തന്നെയാണ് മുന്നിലെ സ്റ്റിയറിങ്ങിൻ്റെ അടുത്തുള്ള സ്ക്രീനും. അതിൻ്റെ അകത്തും സെയിം ഓപ്ഷൻസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ മുന്നിലിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ആ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. മാക്സിമം 3 പേരെ ഇതിന് അലൗഡ് ഉള്ളൂ. ഒരാൾ ഫ്രണ്ടിലും 2 പേര് ബാക്കിലും. പിന്നെ റൈറ്റ് സൈഡിലുള്ള ഡോറിലൂടെ മാത്രമേ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ. ലെഫ്റ്റ് സൈഡ് ഡോറ് ഓപ്പൺ ചെയ്യരുത് എന്നുള്ളത് അതിനകത്ത് തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ വാർണിംഗ് സ്റ്റിക്കറുകൾ, സേഫ്റ്റി സ്റ്റിക്കറുകളെല്ലാം അവർ വെച്ചിട്ടുണ്ട്. ലെഗ് സ്പേസൊക്കെ നല്ല അടിപൊളി ലെഗ് സ്പേസ് കേട്ടോ. കാരണം നല്ല ഹൈറ്റുള്ള ആളുകൾ, നീളം കൂടിയ ആളുകളൊക്കെ ആണെങ്കിൽ തന്നെ ഇരിക്കാനൊക്കെ ഭയങ്കര കംഫർട്ടാണ്. പിന്നെ മുന്നിൽ ചാർജിങ് പോർട്ടുകളുണ്ട്, USB പോർട്ടുണ്ട്. എനിക്കിതിൽ കയറിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് 5 ദിർഹം നമ്മൾ പേ ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ബുക്ക് ചെയ്തു, അതിൽ 5 ദിർഹം കാണിച്ചു, കാർ വന്ന് നമ്മൾ കയറി യാത്ര സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ 5 ദിർഹം നമ്മൾ എവിടെ കൊടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. ഇതിൻ്റെ അകത്ത് ഇനി വല്ല സ്വൈപ്പിംഗ് മെഷീനോ വല്ലതും ഉണ്ടോ? ഞാൻ മുഴുവൻ തിരഞ്ഞു, അങ്ങനെ സ്വൈപ്പിംഗ് മെഷീനോ അങ്ങനെയുള്ള യാതൊരു ഇതും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. എന്തായാലും ഡ്രോപ്പ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കാണിക്കുമല്ലോ, ഒന്നുകിൽ പേയ്മെൻറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. എന്തായാലും നല്ല സ്പീഡിലൊക്കെ തന്നെയാണ് വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഫാസ്റ്റ് ട്രാക്കിലാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ 70 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവരും ഇൻഫർമേഷൻ ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ മുന്നിൽ വണ്ടി പെട്ടെന്ന് വരികയാണെങ്കിൽ തന്നെ ബ്രേക്ക് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല സേഫ്റ്റിയാണ്. ഈ നമുക്ക് ഒരു മനുഷ്യൻ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടല്ലോ, അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അങ്ങനത്തെ ആ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരില്ല. ഒരുപാട് ക്യാമറകൾ, സെൻസറുകൾ അതെല്ലാം വെച്ചാണ് ഇത് റോഡിലെ പല കാര്യങ്ങളും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിയറിംഗ് എല്ലാം നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തോന്നി അത് സ്റ്റിയറിംഗ് തൊടരുതല്ലോ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് തൊടാൻ പാടില്ലെന്ന്. പിന്നെ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്, ആരാണ് ഈ വണ്ടിയിൽ ഇരിക്കുന്നത് എന്നുള്ള ഒരു കൗതുകത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ വണ്ടിയിലുള്ളൊരു യാത്ര. നിങ്ങൾ ദുബായ് ഉള്ള ആളുകളാണെങ്കിൽ ജുമൈറ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത് ഈ വണ്ടി. അപ്പോൾ അവിടെ വന്ന് ഈ റൈഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഇവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത്രയും വണ്ടികൾക്കിടയിലൂടെ ഒരു എത്ര കറക്റ്റായിട്ടാണ് വണ്ടി ടേൺ ചെയ്ത് കൊണ്ടുവന്ന് നോക്കി. സ്റ്റിയറിങ്ങൊക്കെ തിരിയുന്ന കറക്റ്റ് ലൈനിൽ തന്നെ വന്നു, കറക്റ്റ് ലൈനിൽ തന്നെ എൻ്ററായി, നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ ഡ്രോപ്പിംഗ് പോയിൻ്റ് എത്താനായിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
നമ്മുടെ ഡ്രോപ്പിംഗ് പോയിൻ്റ് എത്താറായതുകൊണ്ടാണെന്ന് തോന്നുന്നു അലേർട്ട് സൗണ്ട് എല്ലാം വരുന്നുണ്ട്. Please gather your belongings, watch for traffic before opening the door, and close the door after exiting. The vehicle is pulling over. Keep the doors closed until we've fully stopped. കാർ ഓൾറെഡി മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. മറ്റ് കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്ന അവിടെ ഏരിയയിൽ ഫ്രീ ഉള്ള സ്പേസിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം സ്ക്രീനിൽ നമ്മൾക്ക് ഇൻഫർമേഷനൊക്കെ എല്ലാം വരും. പിന്നെ അതുപോലെ ഡോർ ഓപ്പൺ ചെയ്യാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. ആ ബട്ടൺ ഇല്ലാതെ തന്നെ സ്ക്രീനിൽ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഡോർ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തു എന്ന് കൺഫേം ചെയ്യുക, പുറത്തിറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ആപ്പിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ആ ഡോറ് ക്ലോസ് ചെയ്യുന്നതുകൂടി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് അത് ക്ലോസ് ആയത്. നമ്മൾ അൺലോക്കും ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്യുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ആയി. ഈ കാറിൻ്റെ ഇൻഡിക്കേറ്റർ ഓറഞ്ചിൽ നിന്ന് ബ്ലൂ ലൈറ്റ് കത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. കാർ ഓൾറെഡി മൂവായി. കാറ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കാറ് അടുത്ത ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം നമ്മൾ ആപ്പിൽ നോക്കിയ സമയത്ത് ആ സമയത്ത് അവിടെ പേ നൗ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ബട്ടൺ കണ്ടു. അതിൽ 5 ദിർഹം ഞാൻ പേ ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസാണിത്. അപ്പം എമൗണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കാണിക്കും, അവിടെ 5 ദിർഹം കാണിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.